ഞാൻ ഇത്ര ഉള്ള പോലെ എനിക്ക് ഒരു ഫാഷൻ ആയിക്കോണോ ഐഡിയാസ് കിട്ടാൻ. സ്വയംവര സിൽക്സ് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു ആഡ് കാണുമ്പോൾ വാവ്, നമ്മളൊരു മൂവി കണ്ട പോലെയുള്ള ഒരു ഫീലിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സ്വയംവര സിൽക്സ്? സ്വയംവരയുടെ ഓരോ ആഡ്സും നമ്മളൊരു ഒരു മിനി ഫിലിം ചെയ്യുന്ന അത്രയും തന്നെ രസകരവും അതിലൊരു കഥയും ടിപ്പിക്കലി ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ഉണ്ടാവും. ഞാനവിടെ കുറച്ച് പേടിച്ച് വരേണ്ടൊക്കെ എനിക്ക് ഡാൻസ് അത്ര ഇഷ്ടമല്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവര് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതുവരെ ചെയ്ത എല്ലാ ആഡ്സും ഭയങ്കര മെമ്മറബിൾ ആണ്. അത് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഡാൻസ് ചെയ്തില്ലെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. എന്നെ നൽകുന്നു. പക്ഷെ ഞങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല, എന്നോടൊന്ന് നീങ്ങി നിൽക്കുന്നു കാരണം കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കേരളത്തിന്റെ ഒരു ഫാഷൻ ഹബ് ആണ് ശരിക്കും കോട്ടയം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് DQ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു യൂത്ത് ഐക്കണാണ്, ഒരു ഫാഷൻ ഐക്കണാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ, പ്രത്യേകിച്ചും സ്വയംവരമായിട്ട്? ഞാനിപ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആണ്. ഇവരുള്ള എല്ലാവരും എന്നെക്കാളും ഫാഷനബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഞാനത് ഒത്തിരി പഴയ ട്രെൻഡായി. അതുകൊണ്ട് നിങ്ങളെ കണ്ടോ എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടാൻ. പക്ഷെ എനിക്ക് പൊതുവെ കേരളത്തിലെ പിള്ളേർ ഭയങ്കര സ്റ്റൈലിഷ് ആണ് തോന്നുന്നത്. ഞാൻ ആക്ച്വലി ഈ അടുത്ത ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഒരു ഹരം കൊള്ളാൻ വേണ്ടി ചോദിക്കുകയാണ്. DQന്റെ ഏറ്റവും വലിയൊരു ഫാഷൻ ഐക്കണായിട്ട് ഫോളോ ചെയ്യുന്നത് ആരെ ആയിരിക്കും? ഞാൻ ഇത്ര ഉള്ള പോലെ എനിക്ക് ഒരു ഫാഷൻ ആയിക്കോണോ എന്റെ വീട്ടിലുള്ള ആളാണ്. ആക്ച്വലി എനിക്ക് അറിയാം ഇത് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആൻസർ. ഇന്നലെ വരെ എനിക്ക് ദുബായിൽ എന്തോ ഒരു ഇവന്റ് പോയപ്പോൾ ഞാൻ ആ ഔട്ട്ഫിറ്റ് നോക്കിയിരിക്കുകയാണ്. ഞാൻ കണ്ടു അടുത്ത് ഇടും അല്ലെങ്കിൽ എന്ത് ട്രെൻഡായി കണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്ന നമുക്ക് പറയാം. ഞാൻ ആക്ച്വലി ആ പോസ്റ്റ് കണ്ടപ്പോ ഷാനി അതിന്റെ താഴെ എഴുതുന്നു, ഓ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഞാൻ ആഗ്രഹിച്ച ഉത്തരവും അത് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഒരു കാര്യം കൂടെ നമ്മൾ സ്വയംവരമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മളുടെ ഈ ജിംഗിൾസിലുള്ള റീല് നമ്മളെ ഇവര് എല്ലാവരോടും ഫോട്ടോ കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോയാലോ? അതെ, നിങ്ങളോട് പോകാനല്ല പറഞ്ഞത്, നമുക്ക് അടുത്തതിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടുകാരും നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത് സൂപ്പർ ഹിറ്റ് അടിച്ചു കൊടുത്തു അഭിനയിച്ചിട്ടുണ്ട്. ആരാണോ മനസ്സിലായോ? അച്ഛനെ പറഞ്ഞ കുറച്ചുകൂടെ മനസ്സിലാവായിരിക്കും. ഹലോ, ഹായ്. ആ ഒരു ട്രെൻഡിന്റെ ഫാൻ ആയതായിരുന്നു സിനിമയിലെ അച്ഛനെ